നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്ദ്രാപിന്നി ജാമക്കല കടപ്പുറത്ത് ജിപ്സി മറിഞ്ഞ് 9ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ചന്ദ്രാപിന്നി ജാമക്കല ബീച്ചിൽ ജിപ്സി വാഹനം മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ജിപ്സി ഓടിച്ചയാൾ അറസ്റ്റിൽ. ആൾക്കൂട്ട ആക്രമണ കൊലപാതകം മരണപ്പെട്ട റാം നാരായൺ ബഗേലിന്റെ കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള പരിരക്ഷയും നൽകുമെന്ന് മന്ത്രി കെ രാജൻ. തൃപ്രയാറിൽ KSRTC ഡ്രൈവറെ ആക്രമിച്ചതായി പരാതി. വാർത്തകൾ വിശദമായി. ചന്ദ്രാപിന്നി ജാമക്കല കടപ്പുറത്ത് ജിപ്സി മറിഞ്ഞ് 9ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ചാമക്കാല രാജീവ് റോഡിൽ പള്ളിത്തറ വീട്ടിൽ ഫൈസലിന്റെ മകൻ 14 വയസ്സുള്ള സിനാനാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6:30 ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ വെച്ചാണ് സംഭവം. കൂട്ടുകാരുമൊത്ത് കടപ്പുറത്തെത്തിയതായിരുന്നു സിനാൻ. ഈ സമയത്ത് പരിചയമുള്ള ഒരാൾ കടപ്പുറത്ത് ജിപ്സി ഓടിക്കുന്നത് കണ്ട് ഇതിൽ കയറിയിരുന്നു. ജിപ്സി ഓട്ടത്തിനിടെ പെട്ടെന്ന് നിയന്ത്രണം തെറ്റി മറിഞ്ഞാണ് അപകടമുണ്ടായത്. തെറിച്ചു വീണ സിനാൻ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ പുറത്തെടുത്ത് ഇതേ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിനാൻ മരിച്ചിരുന്നു. കൂടായി ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ചെറിയ പരിക്കുണ്ട്. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സിനാൻ. ചന്ദ്രാപിന്നി ജാമക്കല ബീച്ചിൽ ജിപ്സി വാഹനം മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ജിപ്സി ഓടിച്ചയാൾ അറസ്റ്റിൽ. കയ്പമംഗലം കൂരിക്കോഴി സ്വദേശി പഴുമ്പറമ്പിൽ വീട്ടിൽ 36 വയസ്സുള്ള ഷജീറിനെയാണ് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ കുറ്റകരമായ നരഹത്യ വകുപ്പ് ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ വെച്ച് ജിപ്സി വാഹനം മറിഞ്ഞ് ചാമക്കാല സ്വദേശി പള്ളിത്തറ വീട്ടിൽ ഫൈസലിന്റെ മകൻ 14 വയസ്സുള്ള സിനാൻ മരിച്ചത്. കൂട്ടുകാരനുമൊത്ത് കടപ്പുറത്ത് എത്തിയതായിരുന്നു സിനാൻ. ഈ സമയം ഷജീർ കടപ്പുറത്ത് ജിപ്സി ഓടിക്കുന്നത് കണ്ട് ഇതിൽ കയറിയിരുന്നു. ജിപ്സി ഓട്ടത്തിനിടെ പെട്ടെന്ന് നിയന്ത്രണം തെറ്റി മറിഞ്ഞാണ് അപകടമുണ്ടായത്. തെറിച്ചു വീണ സിനാൻ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ പുറത്തെടുത്ത് ഇതേ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. സിനാൻ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. തുടർന്ന് കയ്പമംഗലം പോലീസ് പ്രതിയെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഷജീർ 10ഓളം കേസുകളിൽ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI-മാരായ TV ഋഷിപ്രസാദ്, ജയകുമാർ, GSI ജയ്സൺ, CPO-മാരായ ആന്റണി ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആൾക്കൂട്ട ആക്രമണ കൊലപാതകം മരണപ്പെട്ട റാം നാരായൺ ബഗേലിന്റെ കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള പരിരക്ഷയും നൽകുമെന്ന് മന്ത്രി കെ രാജൻ. ആൾക്കൂട്ട ആക്രമണത്തിൽ മരണപ്പെട്ട റാം നാരായൺ ബഗേലിന്റെ കുടുംബാംഗങ്ങളും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. മലയാളക്കരയ്ക്ക് തന്നെ വളരെ അപമാനകരമാകുന്ന സംഭവമാണ് ഉണ്ടായതെന്നും റാം നാരായൺ ബഗേലിന്റെ മരണം അത്യന്തം ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാർ കാണുന്നതെന്നും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ചിലവുകൾ വഹിക്കുന്നതടക്കം നടപടിക്രമങ്ങൾ സ്വീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനും ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കൂട്ടിച്ചേർത്തു. റാം നാരായൺ ബഗേലിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായി അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് സർക്കാരെന്നും ഇങ്ങനെയൊരു സംഭവം മേലിൽ ഉണ്ടാവാതിരിക്കാൻ കർശനമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പഴുതടച്ചുള്ള അന്വേഷണവും ശിക്ഷയും ഉറപ്പാക്കാനായിരിക്കും സർക്കാരും പോലീസും ശ്രമിക്കുക എന്നും മന്ത്രി പറഞ്ഞു. ഇതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിധിയിൽ നിന്ന്, ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, CMDRF-ൽ നിന്നുള്ള സഹായം ക്യാബിനറ്റ് ഗൗരവമായി കണക്കാക്കും. അത് ഏറ്റവും ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ എടുത്ത് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിനാണ് അതിന്റെ അന്തിമമായിട്ടുള്ള അധികാരം. ചർച്ചയിൽ 10 ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു നടപടി പോലും മേലിൽ ഉണ്ടാകാതിരിക്കാൻ കർശനമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള
പഴുതടച്ചിട്ടുള്ള അന്വേഷണവും ശിക്ഷയുമായിരിക്കും ഉറപ്പുവരുത്താൻ പോലീസും സർക്കാരും ശ്രമിക്കുക എന്ന കാര്യം അറിയിക്കും. തൃപ്രയാറിൽ KSRTC ഡ്രൈവറെ ആക്രമിച്ചതായി പരാതി. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന KSRTC ബസ് ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്ന് ഗുരുവായൂരിലെ ഡിപ്പോയിൽ നിന്നും വന്ന ഷെഡിംഗ് ഡ്രൈവറും ഗുരുവായൂരിലെ KST എംപ്ലോയീസ് സംഘ് യൂണിറ്റ് വൈസ് പ്രസിഡന്റും ആയ ബൈജുവിനെയാണ് ഏകദേശം രാവിലെ 9:30 മണിയോടെ തൃപ്പയാർ വൈമാളിന് മുൻപിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ യുവാവ് വന്ന് മർദ്ദിച്ചത്. ബസിന്റെ പഞ്ചറായ മുൻവശത്തെ ടയർ മാറ്റുന്നതിന് മെക്കാനിക്കിനെ സഹായിക്കുന്നതിനിടെ ആയിരുന്നു മർദ്ദനം. ബൈജുവിന് നിസ്സാര പരിക്കുകളോടെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വലപ്പാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിലും തൊഴിലുറപ്പ് തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് ക്രിസ്തുമസ് ആഘോഷം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ചെറിയ വോട്ടിന് പരാജയപ്പെട്ട 15-ാം വാർഡിലെ സക്കീന റസാഖ്, 17-ാം വാർഡിലെ സ്ഥാനാർത്ഥി ഷീജ ജോഷി, ഈ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ആൻഡോ തൊറയൻ എന്നിവരാണ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലും 15-17 വാർഡുകളിലെ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ചേർത്തു നിർത്തി ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി തൊഴിലിടങ്ങളിൽ കേക്ക് മുറിച്ച് നൽകി ആഘോഷം നടത്തിയത്. വിജയ ബാബു, കുര്യാക്കോസ്, രജനി, മിനി ആനന്ദ്, പ്രിയ സന്തോഷ്, സൈമൺ പെരുമാടൻ എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, നമ്മുടെ ഈ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ഒരു നിരീക്ഷിക്കാൻ വരെ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വരുന്നത്. കാരണം ആകെ 369 രൂപ കൂലി കിട്ടുന്നത്. അതിനെ ഡ്രോണൊക്കെ വെച്ചിട്ട് നിരീക്ഷിക്കാനാണ് നിൽക്കുന്നത്. കാരണം ഈ തൊഴിൽ എങ്ങനെയാണ് പണി നടക്കണമെന്നൊക്കെ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. കാരണം 17 കൊല്ലത്തോളമായി ഇപ്പോൾ ഈ തൊഴിലുറപ്പ് തുടങ്ങി വെച്ചിട്ട്. അതിൻ്റെ ഇടയിൽ പല പല കൂലികളുടെ തന്നെ വ്യതിയാനം വന്നപ്പോൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിനനുസരിച്ചുള്ള കൂലിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ മറ്റുള്ളവർ പലരും നമ്മളെ കളിയാക്കി പറയുമെങ്കിലും അതിനൊക്കെ അതിജീവിക്കാൻ നിങ്ങൾ അതേത് സംവിധാനമാണെങ്കിലും അങ്ങനത്തെ ഒരു രീതി ഉണ്ടാവും. പക്ഷേ പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദൈവാലയത്തിൽ ക്രിസ്തു ജയന്തി 2025 മഹാജൂബിലി സമാപന സമ്മേളനം നടത്തി. മഹാജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളന ഉദ്ഘാടനം മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പ് അഭിവന്ദ്യ മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു. തുടർന്ന് വിവിധ സംഘടനകൾ ചേർന്ന് നിർമ്മിച്ച പുൽക്കൂടിന്റെ സ്വിച്ച് ഓൺ കർമ്മം അഭിവന്ദ്യ പിതാവ് നിർവഹിച്ചു. പഴുവിൽ ഫെറോന വികാരി റഫറന്റ് ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 22-ാം വയസ്സിൽ കൈക്കാരനാവുകയും ആകെ 12 തവണ കൈക്കാരന്റെ സ്ഥാനം വഹിക്കുകയും ചെയ്ത KP ആന്റണിയെ ആദരിച്ചു. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ കാരുണ്യം ജൂബിലി വർഷത്തിൽ ആഘോഷമാക്കാൻ ആഹ്വാനം ചെയ്തതനുസരിച്ച് ജാതിമത ഭേദമന്യേ 10 ലക്ഷം രൂപയുടെ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇടവക തലത്തിൽ ഇതുവരെ നടത്തിയത്. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരുടെ പ്രതിനിധിയായ KP ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ MK തോമസ് നന്ദി പറഞ്ഞു. ഓരോ കുടുംബ കൂട്ടായ്മകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാനാജാതി മതസ്ഥരായ വ്യക്തികൾക്ക് ക്രിസ്മസ് സമ്മാനം നൽകി ആദരിച്ചത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. ഒരു ഇടവേളയ്ക്കു ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ വീട് പണി ആരംഭിച്ചു? ഇനി പലവിധ ഷോപ്പുകൾ കയറി അലയേണ്ട. തൃപ്പയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂമായ ബിൽടെക്കിൽ നിന്ന് കമ്മീഷൻ ഇല്ലാതെ വീടുപണിക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഡോർ ലോക്സ് ആൻഡ് ഹാർഡ്വെയർസ്, SS ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകും. ഇവിടെ നിന്നും വിലക്കുറവിൽ ഇടനിലക്കാരില്ലാതെ ഫിക്സഡ് പ്രൈസിൽ ബാർകോഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി സംതൃപ്തിയോടെ മടങ്ങാം. ബിൽടെക്, തൃപ്പയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം നിയർ തൃപ്പയാർ പോളി ജംഗ്ഷൻ. ഫോൺ 8590191910. നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം പരിണചർമ്മവും ഫണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാവഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതപ നീലകണ്ഠവുമതിൽ കുളഞ്ഞുറവിമാലയും ഭൂവിശോഭമണിയും കരങ്ങളിൽ ഭ്രമണമാരവകളും തുണി ശൂലപാണേ Mahadeva Creations.
വർദ്ധിച്ചുവരുന്ന കറണ്ട് ബില്ല് നിങ്ങൾക്കൊരു ബാധ്യതയാകുന്നുണ്ടോ? എങ്കിൽ ബോൾഡ് സ്കൈ എനർജിയെ സമീപിക്കുക. 25 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി 70% സബ്സിഡിയിൽ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുവഴി ഉയർന്ന കറണ്ട് ബില്ലിൽ നിന്നും മോചനം. സോളാർ ഇൻസ്റ്റാളേഷന് പുറമെ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ ഇൻവെർട്ടർ, വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ഹീറ്റർ, സ്ട്രീറ്റ് ലൈറ്റ് എന്നീ സേവനങ്ങൾക്കും സമീപിക്കുക. ബോൾഡ് സ്കൈ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്, തൃശൂർ, തൃപ്രയാർ. ഫോൺ 9961 689 932 8848 173 421. Your perfect solar energy solution. വാർത്താ നേരം തുടരുന്നു. ചാമക്കാല നഹ്ജുർ റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക സമ്മേളനത്തിന് സമാപനമായി. നഹ്ജ് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരുന്ന ഘോഷയാത്രയോടെ സന്നദ്ധാന സമ്മേളനം ആരംഭിച്ചു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനവും നഹ്ജിലെ 10 വർഷ പഠനം പൂർത്തീകരിച്ചവർക്കുള്ള സന്നദ്ധാന കർമ്മവും നിർവഹിച്ചു. നഹ്ജുർ റഷാദ് വൈസ് ചെയർമാൻ BA ഹസൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നഹ്ജുർ റഷാദ് പ്രസിഡന്റ് ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി സന്നദ്ധാന പ്രഭാഷണം നടത്തി. മുഹമ്മദ് ഫൈസി ഓളംപള്ളി മുഖ്യപ്രഭാഷണകനായി. അൻവർ മുഹീദ്ദീൻ ഹുദവി നഹ്ജുർ റഷാദ് ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ PA മുഹമ്മദ് ഖാസിം, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP, PI സഫീർ അലി, ഇസ്മായിൽ, PB അബ്ദുൾ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ AM നൌഷാദ് ബാഗവി ചിറയൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രാപിനി ഹൈസ്കൂളിലെ സ്മൃതി 86ാം ബാച്ച് 6ാം വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് മണപ്പുറം മാക്കേറിന്റെ സഹകരണത്തോടെ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വിശ്വമംഗളൻ അധ്യക്ഷനായി. ഡോക്ടർ ഗാലിദ, രാജേഷ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് VK കുമാരൻ ഹാളിൽ കുടുംബസംഗമം, വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഒരു സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധതയാണ് സത്യത്തിൽ ഇത് കാണിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 86-ലെ ഏകദേശം വിദ്യാർത്ഥികൾ എനിക്ക് തോന്നുന്നു ഒരു 150ഓളം വിദ്യാർത്ഥികളുണ്ടാവും അല്ലേ വിശ. അപ്പോൾ ഒരു 86 ബാച്ചിലുള്ള ഒരു 150 വിദ്യാർത്ഥി പഴയ സുഹൃത്തുക്കളൊക്കെ കൂട്ടി അവരെ കുടുംബാംഗങ്ങളൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ആർമാദിച്ച് അടിച്ചു പൊളിച്ച് ഒരു ഫംഗ്ഷൻ നടത്തി പിരിഞ്ഞാൽ മതി. അതിന് പകരം കഴിഞ്ഞ 4 വർഷമായിട്ട് വിശ്വമംഗളൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആരാധനയും വിശ്വമംഗളൻ്റെയും ഉദയൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള സ്മൃതി 86 കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ നാട്ടിലെ വിവിധ തരം അസുഖമുള്ള ആളുകൾക്കും അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കും ഒക്കെ ഒരു ചെറിയ പരിധി വരെ ആശ്വാസം, ചെറിയ പരിധി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ തന്നെ ഈ മറ്റേ കണ്ണിൻ്റെ പരിശോധനയൊക്കെ നടത്തി അവിടെ നിന്ന് വളരെ സൗജന്യമായിട്ടാണ് ഈ തിമിര ശസ്ത്രക്രിയയൊക്കെ നടത്തി കൊടുക്കുന്നത്. 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നൽകിയതിനെ തുടർന്ന് കർശന നടപടിയുമായി തൃശൂർ സിറ്റി പോലീസ്. 2 ബാറുകൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും 2 ബാറുകൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നെടുമ്പുഴയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് 23 വയസ്സിന് താഴെയുള്ള 9 പേർക്ക് 2 ബാറുകൾ മദ്യം നൽകിയതായി കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒല്ലൂരിലെ ബാറിൽ നിന്ന് 5 പേർക്കും തൃശൂർ നഗരത്തിലെ ബാറിൽ നിന്ന് 4 പേർക്കും മദ്യം നൽകിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് 2 സ്ഥാപനങ്ങൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നൽകുന്നതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് അറിയിച്ചു. കാണാതായ ഗൃഹനാഥനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാങ്കല്ലൂർ പൈങ്കോട് മുണ്ടഞ്ചേരി സുബ്രഹ്മണ്യനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിഞ്ഞാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നും കടയിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. കാണാതായതിനെ തുടർന്ന് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടകരയിൽ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കൊടകര വല്ലപ്പാടി സ്വദേശി മുരിങ്ങത്തേരി സ്വദേശി പ്രശാന്തിനെയാണ് കൊടകര പോലീസ് ഇൻചാർജ് PK ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തിരുവല്ലാമല ലക്കിടി വിദ്യാനന്തപുരത്ത് ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. തിരുവല്ലാമല ഒരാളശ്ശേരി മണിയങ്ങാട് ഉന്നതിയിലെ 29 വയസ്സുള്ള ശരണ്യ, മകൾ 5 വയസ്സുകാരി ആദ്യശ്രീ എന്നിവരാണ് മരിച്ചത്. ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിന്റെ പുറകിൽ ടിപ്പർ വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ അമ്മയുടെയും മകളുടെയും ശരീരത്തിലൂടെ ടിപ്പർ കയറി ഇറങ്ങുകയായിരുന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ശരണ്യയുടെ പിതൃ സഹോദരൻ മോഹൻദാസിന് പരിക്കേറ്റു. ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിരപ്പള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണംകുഴിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ സൈറ്റ് റിസോർട്ടിൽ ജോലിക്കാരനായ വെറ്റിലപ്പാറ സ്വദേശി മേച്ചേരി വീട്ടിൽ ബിജുവാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 3 ലിറ്റർ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. അതിരപ്പള്ളി SHO മനീഷ് പൗലോസ്, SI മാർട്ടിൻ, ASIമാരായ ഷിജു, ഷാജു, CPOമാരായ വിപിൻ, സഹദേവൻ, ശ്രീകുമാർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ചന്ദ്രാപിന്നി ജാമക്കല കടപ്പുറത്ത് ജിപ്സി മറിഞ്ഞ് 9ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ചന്ദ്രാപിന്നി ജാമക്കല ബീച്ചിൽ ജിപ്സി വാഹനം മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ജിപ്സി ഓടിച്ചയാൾ അറസ്റ്റിൽ. ആൾക്കൂട്ട ആക്രമണ കൊലപാതകം മരണപ്പെട്ട റാം നാരായൺ ബഗേലിന്റെ കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള പരിരക്ഷയും നൽകുമെന്ന് മന്ത്രി കെ രാജൻ. തൃപ്രയാറിൽ KSRTC ഡ്രൈവറെ ആക്രമിച്ചതായി പരാതി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.